സോ ഈ വർഷം വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊഫൗണ്ട് ചേഞ്ചസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരു ആപ്പ് വഴിയല്ല, ഒരു പെർട്ടിക്കുലർ റുട്ടീൻ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമല്ല, അല്ലാതെ ഒരു മാജിക്കലായിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് കഴിച്ചുകൊണ്ടോ ഒന്നുമല്ല. അത് സൈലൻസ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ സൈലൻസ് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാം എന്നുള്ളതാണ്. ആൻഡ് എൻ്റെ ജീവിതം മാറ്റിയതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതവും സൈലൻസിന് മാറ്റാൻ പറ്റും. സോ ലെറ്റ്സ് ഡൈവ് സ്ട്രൈറ്റ് ഇൻ. എനിക്ക് സൈലൻസ് പേടിയായിരുന്നു. സോ ആസ് എ എക്സ്ട്രോവേർട്ട് പേഴ്സൺ ആൻഡ് പൊതുവെ ഞാനൊരു ഹൈപ്പർ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് സൈലൻസിൽ ഇരിക്കാൻ തന്നെ പൊതുവെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കിടക്കുമ്പോൾ പോലും ഫാൻ്റെ സൗണ്ട് വേണം, ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് കേട്ടുകൊണ്ട് വേണം ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ പണ്ട് കണക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് കേൾക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഐ യൂസ് ടു ഫിയർ സൈലൻസ്. ഞാൻ പോലും അറിയില്ലായിരുന്നു, പക്ഷേ സൈലൻസ് കിട്ടി തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ആക്ച്വലി എനിക്ക് സൈലൻസ് പേടിയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ ഇപ്പം കുക്ക് ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ജിമ്മിൽ പോകുമ്പോഴും നടക്കാൻ പോകുമ്പോഴും എപ്പോഴും ഇത് മ്യൂസിക്കോ പോഡ്കാസ്റ്റോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫില്ല് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ സ്ഥിരമായി ചെയ്തു തുടങ്ങിയപ്പോഴാണ് പതുക്കെ ഞാൻ ബേൺ ഔട്ട് ആവാൻ തുടങ്ങുന്നു എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫെറ്റീഗാണ് നമുക്ക് ഒരു എപ്പോഴും നമ്മളങ്ങ് തളർന്നു പോകും ഒന്നും ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ വലുതായിട്ടൊന്നും ചെയ്യാതെ തന്നെ നമ്മളങ്ങ് തളർന്നു പോകുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നും. അങ്ങനെയാണ് ഞാൻ പല ടൈപ്പ്, ഇപ്പം നിങ്ങൾ മോങ് മോഡ് വീഡിയോ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം പല എൻ്റെ റൊട്ടീൻസ് ഞാൻ മാറ്റി നോക്കി, പലതും ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കി. പക്ഷെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് എനിക്ക് വർക്കായ ഒരു സംഭവമായിരുന്നു ഈ സൈലൻസിനെ വർക്കൗട്ട് ചെയ്യാൻ പഠിച്ചത്. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. ആൻഡ് ഓൾറെഡി എനിക്ക് എൻ്റെ ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. ആൻഡ് ഇത് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു ഇൻ ദ ബിഗിനിങ്. പക്ഷെ സ്ലോലി ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര അൺഹെൽത്തി രീതിയിലൊന്നുമല്ല പുഷ് ചെയ്തത്, പക്ഷേ കുട്ടി സ്റ്റെപ്സ് എടുത്ത് ഞാൻ അതിനെ മാറ്റാൻ തുടങ്ങി. ഞാനിത് എങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിന് മുമ്പ് ഈ സൈലൻസിൻ്റെ ഒരു സയൻസ് ഞാൻ പറഞ്ഞുതരാം. സോ സൈലൻസ് ആക്ച്വലി കോർട്ടിസോൾ ലെവൽ, നമ്മുടെ ബോഡിയിലെ കോർട്ടിസോൾ ലെവൽ ഭയങ്കരമായിട്ട് കുറയ്ക്കും. ഇനി ഈ കോർട്ടിസോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ആണ്. അതായത് ഈ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്തോറും നമ്മുടെ സ്ട്രെസ്സും കൂടും. സോ അത് ഭയങ്കര ഇൻ്റർകണക്റ്റഡ് ആണ്. അപ്പം സൈലൻസ് ഈ കോർട്ടിസോൾ ലെവൽ കുറയ്ക്കും. അപ്പം തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽസ് താഴോട്ട് പോകും. പിന്നെ 2015 നടന്നൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് അവർ പറയുന്നത് ഒരു ദിവസം 2 മണിക്കൂർ സൈലൻസിൽ ഇരിക്കാന്നുണ്ടെങ്കിൽ, ഈ സൈലൻസ് എന്ന് പറയുന്നത് മറ്റേ പിൻ ഡ്രോപ്പ് സൈലൻസ് ഒന്നുമല്ല, പ്രത്യേകിച്ച് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന മാതിരി പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയും ഇമോഷണൽ കപ്പാസിറ്റിയും കൂട്ടാൻ പറ്റും. നമ്മുടെ ബ്രെയിനിൻ്റെ ഇമോഷണൽ ആൻഡ് മെമ്മറി കപ്പാസിറ്റി കൂടും എന്നാണ് റിസർച്ച് പറയുന്നത്. അതേപോലെ തന്നെ ഈ സൈലൻസിൻ്റെ സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്, അതായത് DMN കൂടും എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മോഡിലേക്ക് നമ്മൾ മാറുമ്പം നമ്മുടെ സെൽഫ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഇതെല്ലാം കൂടുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ആൻഡ് ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് തന്നെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു 60 ദിവസം 2 മാസമൊക്കെ എടുത്ത് നോക്കുമ്പം എൻ്റെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കൂടി, എൻ്റെ ക്രിയേറ്റിവിറ്റി കൂടി, ഞാൻ പെട്ടെന്നൊന്നും തളരുന്നില്ല. ഓക്കെ, അത് ഇപ്പം എൻ്റെ ജിം റൊട്ടീനോ അല്ലെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ്സോ മാറ്റിയതുകൊണ്ട് മാത്രമല്ല, ഇതൊരു മെയിൻ ഘടകമാണെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതല്ലാതെ സൈലൻസ് ഇമോഷണൽ ഡീറ്റോക്സ് ആണ് ആക്ച്വലി. സോ നമ്മുടെ ഈ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഒത്തിരി തോട്ട്സ് കാണും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മുടെ ഒരു ഡെയിലി കണ്ട ഒരു കുഞ്ഞു കാര്യമാവാം, അത് നമുക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഇതിൻ്റെ സയൻറ്റിഫിക് വശമൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ ആ കുഞ്ഞു സംഭവം നമ്മുടെ മനസ്സിൽ കിടക്കും, എന്നിട്ട് ഇത് എപ്പോഴെങ്കിലും ഒക്കെ പൊങ്ങി വരും. എപ്പോഴെങ്കിലും എന്ന് വെച്ചാൽ മേ ബി ഇൻ ഫ്യൂ ഡേയ്സ് ആയിരിക്കും പൊങ്ങി വരുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ഒരു ബേർഡനായിട്ട് കിടക്കും. പക്ഷേ ഈ സൈലൻസിലിരിക്കുമ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ അധികം നമ്മുടെ സർഫസിൽ കിടക്കില്ല, അതങ്ങ് പോവും നമ്മുടെ മനസ്സിൽ നിന്ന് എന്ന് സയൻസ് പറയുന്നുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഫോർമുല ഉണ്ട്, കോൺസ്റ്റന്റ് നോയ്സ് ഈക്വൽസ് മെന്റൽ ഫെറ്റീഗ് എന്നുള്ളത്, ആൻഡ് സൈലൻസ് ഈക്വൽസ് റീചാർജ്. ആൻഡ് ഐ ബിലീവ് ഇപ്പം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇത് ചിലപ്പോൾ കണക്ട് ആവുന്നുണ്ടാവാം. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുണ്ടെന്ന്. ഓക്കെ, ഇനി ഈ സൈലൻസിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് എൻ്റെ ആങ്സൈറ്റി ലെവല് ക്രമാതീതമായിട്ട് കുറഞ്ഞു. അതായത് പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഹൈപ്പറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവെ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇത് സൈലൻസ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എൻ്റെ ആങ്സൈറ്റി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാനിപ്പം ഐ ഫീൽ ഐ എം മോർ ഇൻ കൺട്രോൾ ഓൺ ലോട്ട് ഓഫ് സിറ്റുവേഷൻസ്. ആൻഡ് ഈ സൈലൻസ് ഇരിക്കുന്ന സമയത്ത് ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് തന്നെ വരാൻ തുടങ്ങി. ഇപ്പം ഇതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യാം. അതായത് ഇപ്പം നമ്മളെ ചില റോഡ് ബ്ലോക്സ് കാണും, അല്ലെങ്കിൽ നമ്മുടെ ചില സംശയങ്ങളോ, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്യണോ എന്നുള്ള ഒത്തിരി സംശയങ്ങളുള്ള ഒരാളാണ് ഞാൻ.
എനിക്ക് പക്ഷേ ഈ സൈലൻസ് വരുന്ന പീരീഡ്, അല്ലെങ്കിൽ ഞാനിപ്പം ഒന്ന് നടക്കാൻ പോകും, ഒന്നും മൊബൈൽ പോലും എടുക്കാതെ പാട്ടൊന്നും കേൾക്കാതെ പതുക്കെ എനിക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടി തുടങ്ങും പലതിനുള്ള. ആൻഡ് രാവിലെ എണീക്കുമ്പം നല്ല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. സ്ലോലി എൻ്റെ ഇന്നർ വോയിസ് തന്നെ എനിക്ക് കേൾക്കാൻ തുടങ്ങി. അതായത് ഞാൻ തന്നെ എന്നോട് പറയും, നോക്കി ഇത് അത് ചെയ്ത് നോക്ക്, ഇത് നിൻ്റെ സ്ട്രെങ്ത് അല്ലേ, അല്ലെങ്കിൽ ഇത് നീ ഇതിൽ സ്കിൽഡ് അല്ലേ നീ, അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ളത്. ആൻഡ് ഇത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോഴും ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരും കണക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറയുന്നതുമായിട്ട്. ആൻഡ് ഇതിലുപരി ഒബ്വിയസ്ലി എൻ്റെ ഫോക്കസ് ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ചെയ്തു. കാരണം ഫോക്കസ് ചെയ്യാൻ പൊതുവെ നമുക്കെല്ലാം ഇന്നത്തെ ഡിസ്ട്രാക്റ്റഡ് വേൾഡിൽ പാടാണ്. പക്ഷേ ഇപ്പം ഫോക്കസ് ചെയ്യാൻ എനിക്ക് ഈ സൈലൻസ് മെത്തേഡിൽ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ പൊതുവെ പറയുമല്ലോ മങ്കി ബ്രെയിനാണ് നമ്മൾ ഹ്യൂമൻസിന്. അപ്പം കുരങ്ങനെ ഒരു പരിധി വരെ തളച്ചിടാനും പറ്റുന്നുണ്ട് ഇപ്പം. ആൻഡ് മോർ ഓവർ എൻ്റെ റിലേഷൻഷിപ്സ് ഒത്തിരി ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. ഞാൻ ലിസ്ണറൊക്കെ ആണ്, പക്ഷെ എന്നാലും അത്ര നല്ല ലിസ്ണറൊന്നുമല്ല. പക്ഷെ ഇപ്പം എൻ്റെ ലിസ്ണിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ലിസ്ണിങ് മാത്രമല്ല, ആ പറയുന്ന കാര്യം പ്രോസസ്സ് ചെയ്യാനും അതിനെ മൾട്ടി ഡയമെൻഷനിൽ മനസ്സിലാക്കാനും. ഒരാൾ നമ്മുടെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളുടെ അതേ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കില്ലല്ലോ ഒരാൾ പറയുന്ന ആളും. അപ്പം അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കയറി പോകാനും എനിക്കിപ്പം പറ്റുന്നുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം ഇത്രയും ആണ് എൻ്റെ ജീവിതത്തിൽ സൈലൻസ് കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ. ഇനി ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇത് ഞാൻ ചെയ്തു നോക്കിയതാണ്, ചെയ്യുന്നതുമാണ്. ഇത് ഒരു 5 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ലിറ്ററലി ഒരു ടൈമർ വെച്ച് നിങ്ങൾ 5 മിനിറ്റ് ചെയ്തു നോക്കുക. ആൻഡ് ഓരോ മിനിറ്റും നിങ്ങൾക്ക് ഇത് നിർത്താൻ തോന്നുമ്പം ഒരു 10 സെക്കൻഡും കൂടെ ചെയ്യാം. ആ സമയത്താണ് ഇത് പുഷ് വേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് അത്രയും പാടൊന്നുമല്ല, നമ്മളൊന്ന് പുഷ് വേണം. നമ്മൾ ഒന്ന് പുഷ് ചെയ്താൽ നമുക്ക് പറ്റാവുന്നതേ ഉള്ളൂ. ഇത് എപ്പം നമുക്ക് നിർത്തണം തോന്നുന്നോ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു 10 സെക്കൻഡും കൂടെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഈ സൈലൻസിൽ ആക്ച്വലി നിങ്ങൾ ഇരുന്ന് നോക്കും. ചിലപ്പോൾ ഇത് ഒത്തിരി പേർക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. എനിക്കിത് എളുപ്പമായിട്ട് തോന്നിയില്ല, പക്ഷേ ഇത് ഒത്തിരി പേർക്ക് എളുപ്പമായിരിക്കും. ഇത് എളുപ്പമല്ലാത്തവർക്ക് വേണ്ടിയാണ് ആക്ച്വലി. പിന്നെ പാസീവ് സൈലൻസ് യൂസ് ചെയ്യണം. പാസീവ് സൈലൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കാൻ പോകുമ്പം, അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പം, ഒരു കോഫി കുടിക്കുമ്പം, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുമ്പം പോലും എപ്പോഴും നമ്മൾ ഫോൺ എടുത്ത് വെച്ച് ഡിസ്ട്രാക്റ്റഡ് ആവുന്നതിന് പകരം ഇപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും, വീട്ടിൽ മാത്രമല്ല, ഓഫീസിലാണെങ്കിലും പബ്ലിക് പ്ലേസിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് ചെയ്യുമ്പം നിങ്ങൾ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ഒബ്സർവ് ചെയ്യാൻ നോക്കും. ഞാനിത് ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇപ്പം ബാംഗ്ലൂർ ഒത്തിരി പാർക്സ് ഉണ്ട്. അപ്പോൾ പാർക്കിൽ ഞാൻ ചുമ്മാ പോയി ആക്ച്വലി ഇരിക്കുമ്പം എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ഓർമ്മ വന്നത്. ആ സമയത്തൊക്കെ നമുക്കൊത്തിരി റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പോയി ചെന്നിറങ്ങി നമ്മുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വരാൻ തുടങ്ങും. അപ്പം ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ. പിന്നെ നിങ്ങൾ ഒരാഴ്ച അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. 5 minutes per day ഒരാഴ്ച. ഇൻറ്റൻഷണൽ സൈലൻസ് എന്നൊക്കെ പറയും. അതായത് നിങ്ങൾ ഒരാഴ്ച അതൊന്ന് ചെയ്തു നോക്ക്. ആൻഡ് ദെൻ യു റൈറ്റ് എ ജേർണൽ അബൌട്ട് ദിസ്, ഹൗ യു ഫെൽറ്റ് ദാറ്റ് 1 week of 5 minutes silence per day എന്നുള്ള സംഭവം. ആൻഡ് ഇറ്റ് ഹാവ് ചേഞ്ച് മീ. പിന്നെ ഇത് മെഡിറ്റേഷൻ അല്ല. ഡോണ്ട് ട്രൈ ടു മെഡിറ്റേറ്റ്. ഓക്കെ, ജസ്റ്റ് ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളെ ചുറ്റും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ബി അവെയർ ഓഫ് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് യുവർ വേൾഡ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒത്തിരി ഡിസ്കംഫർട്ട് വരുന്നത്. കാരണം ഇത് യൂസ്ഡ് അല്ലാത്തവർ, ഇപ്പം എന്നെ പോലെ ഒട്ടും യൂസ്ഡ് അല്ലാത്തവർക്ക് ഒത്തിരി ഡിസ്കംഫർട്ട് വരും. പക്ഷേ സ്റ്റിൽ യു ട്രൈ ടു പുഷ് ആൻഡ് ഡു ദിസ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ ചേഞ്ച്. ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ ഇൻറ്റൻഷനലായിട്ട് എപ്പോഴാണൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നത് എന്നുള്ളത്. ആക്സിഡൻ്റ് ആയിട്ടല്ല, ബൈ ചോയ്സ് നിങ്ങൾ എപ്പോഴായിരുന്നത് എന്നുള്ളത്. ആൻഡ് അപ്പം എന്താ സംഭവിച്ചതെന്നുള്ളത്, ആൻഡ് നിങ്ങൾ ആ സമയത്ത് എന്താ കേട്ടതെന്നുള്ളത് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് യുവർ എക്സ്പീരിയൻസ് ബിലോ. നിങ്ങൾ ഒരു ദിവസം ചെയ്തപ്പോൾ എക്സ്പീരിയൻസ്, ഒരാഴ്ച ചെയ്തപ്പോൾ എക്സ്പീരിയൻസ്, നിങ്ങളെല്ലാം ഷെയർ ചെയ്യും. ഇറ്റ് വിൽ ബി ഫാന്റാസ്റ്റിക് ഫോർ പീപ്പിൾ ഹൂ ഹിയർ ദിസ്. കാരണം ഇത് ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവർക്ക് ആക്ച്വലി അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. കാരണം എനിക്കറിയില്ല ഇത് എത്ര പേരുണ്ട് ഇങ്ങനെയെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്കുണ്ടെങ്കിൽ വേറൊരാൾക്കും കൂടെ എന്തായാലും കാണുമല്ലോ. ആ ഒരാൾക്ക് ഹെൽപ്പ് ആവാൻ പറ്റിയാൽ ഫാന്റാസ്റ്റിക്. ഈ വീഡിയോ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇഫ് യു ഹാവൻ, ലൈക്ക് ദിസ് വീഡിയോ. കാരണം ഞാൻ ഇങ്ങനത്തെ കുറച്ച് കോണ്ടന്റ് ഇനി ചെയ്യാനുള്ള പ്ലാനിലാണ്. കാരണം ദീസ് കൈൻഡ് ഓഫ് നമ്മുടെ പൈസ ഉണ്ടാക്കുന്നതും ബിസിനസ് തുടങ്ങുന്നതിനെക്കാട്ടിലും ഐ തിങ്ക് ഫണ്ടമെൻ്റൽ ഇതാണെന്ന് എനിക്കൊരു തോന്നുന്നത്. ആൻഡ് ഐ എം ട്രൈങ് ടു മേക്ക് വീഡിയോസ് അറൗണ്ട് ദിസ് കോണ്ടന്റ് ആൻഡ് ഹോപ്പ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്.